ഇന്നേ കണ്ട മൂവി ബ്രഹ്മയുഗം എന്നാണ്. ഏജ് ഓഫ് മാഡ്നസ്. അതിൽ സിദ്ധാർത്ഥ ഭരതൻ, മമ്മൂട്ടി, പിന്നെ അർജുൻ അശോകൻ, ഈ 3 പേരെ മെയിനിൽ അഭിനയിക്കുന്ന. വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ല, അത് വേറെ താരങ്ങളൊന്നുമില്ല. ഒരു ഹൊറർ മൂഡുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ വേറെ പല ജോണറും ഉണ്ട്. അതിലൊരു നായികയുടെ ഒരു പെൺകുട്ടി അഭിനയിക്കുന്നുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്ലാസിക് മൂവി എന്ന് പറയാം. ഒരു രാമുക്കായിട്ടുള്ള എടുക്കുന്ന ഒരു മൂവി പോലെ അവരുടെ ക്ലാസ് മൂവിയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ ഉഗ്രനാണ്. ഡയറക്റ്റ് ചെയ്ത ആൾ ഭൂതകാലം എന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത ആളാണ്. എന്തായാലും മമ്മൂട്ടി പുതിയ ആക്ടേഴ്സിന് ചാൻസ് കൊടുക്കുന്നു, അതിൻ്റെ ഗുണം വരുന്നുണ്ട്. അറൗണ്ട് ഭീഷ്മ മുതൽ കഴിഞ്ഞ 3 years എടുത്തു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ എല്ലാ എക്സ്പെരിമെൻറ്റും വിജയിച്ചിരിക്കുകയാണ്, പണ്ട് കമലഹാസൻ ചെയ്ത പോലെ. പിന്നെ പറയാവുന്നത് ഇതിൻ്റെ ക്യാമറ, സിനിമാറ്റോഗ്രാഫി ഉഗ്രനാണ്, സൗണ്ട് എഫക്റ്റ് നല്ലതാണ്, പിന്നെ ആർട്ട് ഡയറക്ഷൻ നല്ലതാണ്. ഇടയ്ക്ക് കുറച്ചെങ്കിലും സ്ലോ ആയിട്ട് പോയിട്ട് പിന്നീട് ഒരു സൗണ്ട് ഉണ്ടാവും. അങ്ങനെ ലാഗൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് തോന്നി, സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ല. ഇതുവരെ കാണാത്ത തരത്തിലൊരു വിഷ്വൽ എഫക്റ്റാണ്. ഇതുവരെ ഇങ്ങനെ മൂവി കണ്ടിട്ടില്ല മലയാളം സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ. പടം റിലീസിന് മുമ്പ് മമ്മൂട്ടി പറഞ്ഞായിരുന്നു ഒരു പ്രതീക്ഷയില്ലാതെ ബ്ലാങ്ക് സ്ലേറ്റോടെ പോയി പടം കാണണം. വാലിബൻ നല്ലൊരു മൂവിയായിരുന്നു, പക്ഷേ വാലിബന് സ്ലോ മോഡായിരുന്നു, ആ സ്ലോ പേസ് ഇതിലില്ല. പിന്നെ പറയാനുള്ളത് ഇതിൽ മമ്മൂട്ടിയെക്കാട്ട് സ്ക്രീൻ സ്പേസ് ഉള്ളത് അർജുൻ അശോകനാണ്. സിദ്ധാർത്ഥ ഭരതനും ഉണ്ട്. അർജുൻ അശോകന് ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. മമ്മൂക്കയുടെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ ഒരു കരിയർ ബെസ്റ്റ് 15 മൂവി എടുത്താൽ ഒരെണ്ണം ആയിക്കുക. പുള്ളിക്കാരൻ സ്ക്രീൻ സ്പേസ് ഉള്ളത് അർജുൻ അശോകനാണ്. എല്ലാം കൊണ്ടും ഇത് മമ്മൂട്ടിയുടെ ഈ ആർട്ട് മൂവീസ് എടുത്തു കഴിഞ്ഞാൽ, അത് കയ്യൊപ്പ്, മുന്നേറിയപ്പോൾ അങ്ങനത്തെ മൂവീസ് എടുത്തു കഴിഞ്ഞാൽ അത് ലാഗ് ഉണ്ടാവില്ല. അപ്പോൾ കൊമേഴ്സ്യലി വലിയ അപ്പോൾ ഓടും, അതിൻ്റെ ഒപ്പം തന്നെ അവാർഡും കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ പോകാൻ സാധ്യതയുണ്ട്. ഒരു എസ്തെറ്റിക് മൂവിയാണ്, പോയറ്റിക്കാണ്, ഒരു മിത്ത് ബേസ്ഡ് ഫിലിമാണ്, മിത്തോളജിക്കലാണ്. എല്ലാം കൊണ്ട് ടെക്നിക്കലി സൂപ്പർ മൂവിയാണ്. ഹോളിവുഡ് സിനിമയിൽ കാണുമ്പോൾ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന, അതിൻ്റെ ഒപ്പം തന്നെ നല്ല ആർട്ടിസ്റ്റിക് വാല്യൂ ഫിലിമാണ്. അങ്ങനെ വലിയ കൊമേഴ്ഷ്യൽ എലമെൻസ് ഒന്നും ഇല്ല, പക്ഷേ ലാഗ് ഒട്ടും തോന്നുന്നില്ല. ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ചാണ്. ഇപ്പോൾ ഭീഷ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴുവായാലും, പിന്നെ റൊസാക്കായാലും, അത് കഴിഞ്ഞ് വന്ന കാതൽ, കണ്ണൂർ സ്ക്വാഡ്, പിന്നെ യാത്ര 2, ഓസ്ലർ, നൻപകൽ, ഇപ്പോൾ ബ്രഹ്മയുഗം, എല്ലാം ഡിഫറെൻറ്റ് ജോണ്ടറാണ്. സെലക്ഷൻ ഓഫ് സ്ക്രിപ്റ്റാണ് ഉഗ്രൻ. എനിവേ നല്ലൊരു അനുഭവമാണ്. തിയേറ്ററിൽ പോയി കാണുക, OTTയിൽ കാണാൻ വേണ്ടി നിൽക്കരുത്. എല്ലാവരും വിചാരിക്കും ഹൊറർ മൂവി, ഹൊറർ മാത്രമല്ല വേറെ പല ജോണറും ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ദൃശ്യ അനുഭവമാണ്. ടെക്നിക്കലി ആസ് വെൽ ആസ് ആർട്ടിസ്റ്റിക്കലി ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫിലിമാണ്. ഇതുപോലെ പല മൂവീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് കൊട്ടാരക്കരയിൽ അഭിനയിച്ച ആ ഒരു അഭിനയമാണ് മമ്മൂട്ടിയിൽ കണ്ടത്. മമ്മൂട്ടി ഇങ്ങനെ സിനിമ ചെയ്യാൻ, നെഗറ്റീവ് റോൾ ചെയ്യാൻ ധൈര്യം എടുത്ത് സമ്മതിക്കണം. കാതലായാലും പുഴുവായാണെങ്കിലും എല്ലാം നെഗറ്റീവ് റോളായിരുന്നു. പിന്നെ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നുണ്ട്, യങ്സ്റ്റേഴ്സൊപ്പം അഭിനയിക്കുന്ന. പക്ഷേ മമ്മൂട്ടി ചെയ്ത ആ റോള് മോഹൻലാൽ ചെയ്തെങ്കിൽ കുറച്ച് നന്നായിട്ട് വന്നേനെ. മോഹൻലാലിന് ചെയ്യാൻ പറ്റാവുന്ന റോളായിരുന്നു. എനിവേ മമ്മൂട്ടിയുടെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നതാണ് സ്ക്രിപ്റ്റ് സെലക്ഷനാണ്. ഉഗ്രൻ സ്ക്രിപ്റ്റുകളെ ചൂസ് ചെയ്യുന്ന, ന്യൂ ഡയറക്ടേഴ്സൊപ്പം കമ്പൈൻ ചെയ്യുന്ന. മോഹൻലാൽ ആസ് ആൻ ആക്ടർ മമ്മൂട്ടിയിൽ വളരെ പഠിക്കാനുണ്ട്, സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് മറ്റെല്ലാം. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. പണ്ട് 80s കമലഹാസൻ എക്സ്പെരിമെൻ്റ് പോലെയാണ് മമ്മൂട്ടിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന. എല്ലാ എക്സ്പെരിമെൻറ്റും വിജയിച്ച് വരിക. സാധാരണ എല്ലാ എക്സ്പെരിമെൻറ്റും അങ്ങനെ വിജയിക്കാറില്ല, എല്ലാം വിജയിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആർട്ട് മൂവീസ് ചെയ്ത മമ്മൂട്ടി തന്നെയാണ്. അതിൽ അങ്ങനത്തെ ആർട്ട് മൂവീസിൽ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ ലാഗില്ല. മോഹൻലാൽ അഭിനയിച്ച പല ആർട്ട് മൂവീസിലും ലാഗ് വന്നിട്ടുണ്ട്. മലയാള ഡെവലപ്മെൻറ്റ് സംഭവിച്ച പ്രശ്നം അതാണ്. ടെക്നിക്കലി അല്ല ഇത്രയും മലയാളം സിനിമ ടെക്നീഷ്യന്മാർക്ക് ഇത്രയും ടെക്നിക്കലായി ചെയ്യാൻ പറ്റുന്ന എല്ലാം മനസ്സിലായത്. സാധാരണ തമിഴ് ഓഡിയൻസും തെലുങ്ക് ടെക്നീഷ്യന്മാരാണെങ്കിലും എടുക്കുക, ടെക്നോളജിയും എടുക്കുക കാണിക്കുന്ന. ഇത് ടെക്നിക്കലി വളരെ നല്ല ബ്രില്യൻ ഫിലിമാണ്. പിന്നെ ക്യാമറയിലെടുത്തപ്പോൾ പല ഷോട്ട്, പല ഇൻവേർട്ടർ ആംഗിൾ, പല ആംഗിൾ എടുക്കുന്നുണ്ട്. പിന്നെ ആ ഡയറക്ഷൻ നല്ലതാണ് പറയാൻ കാരണം ആ ഒരു മനയിലെ കാണിക്കുന്ന നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ട് എഫക്റ്റ് ഉണ്ട്, ഹൊറർ ഇല്ല. ക്യാമറ, സിനിമാറ്റോഗ്രാഫി വളരെ വളരെ നല്ലതാണ്. പോയറ്റിക് ആൻഡ് എസ്തെറ്റിക്കാണ്. എല്ലാം കൊണ്ട് നല്ലൊരു അനുഭവം. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണുക. എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. 5 4.5 റേറ്റിംഗ് കൊടുക്കാം.
ഒരു വൺ ഓഫ് ദി വേൾഡ് സിനിമ ലെവലിൽ വരുന്ന ക്ലാസിക്കൽ മൂവിയാണ്. ഇങ്ങനത്തെ ടോപ്പിക്സ് പണ്ടും ഭാർഗവനിലെ അങ്ങനെ പല സിനിമ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ട്രീറ്റ് ചെയ്ത രീതി ഡിഫറെൻ്റ് ആണ്. ഭൂതകാൽ ഡയറക്ഷൻ നോക്കുന്നതാണ്, ഭൂതകാലം ഡയറക്റ്റ് ചെയ്ത ആളാണ്. എന്തായാലും ഇങ്ങനത്തെ ന്യൂ ഫേസിന് ചാൻസ് കൊടുക്കുമ്പോഴാണ് വെറൈറ്റി മൂവീസ് വരുന്നത്. ഇതെല്ലാം ഒരു സത്യജിത് റേയോ അല്ലെങ്കിൽ മൃണാൾ ചാനർജിയോ പോലെ തരത്തിലുള്ള ആ ഒരു ലെവലിൽ വരുന്ന മൂവിയാണ്. ഇങ്ങനത്തെ മൂവീസ് ലാലേട്ടൻ മോഹൻലാലും ചെയ്യാൻ പറ്റും. ഇതൊരു മലയാളം സിനിമയിലെ ലാൻഡ്മാർക്ക് ഫിലിമായിരിക്കും, ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.